HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നേഹ സനിൽകുമാർ, അമേയ, അനഖാറാം, അവിനാശസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മലയാള ഭാഷ ബിൽ പാസാക്കി. വിദ്യാഭ്യാസ വകുപ്പ് യോഗത്തിൽ മന്ത്രിയുടെ നിർദ്ദേശം, എല്ലാ സ്കൂളുകളിലും ദിനപത്രം ഉറപ്പാക്കണം. മുകേഷ് അംബാനി രാജ്യത്ത് അതിസമ്പന്നരിൽ ഒന്നാമത്. വർക്കല ചെമ്മരുതി വില്ലേജുകൾ വിഭജിക്കണം. ഗാസ സമാധാന പദ്ധതി ആദ്യഘട്ട ധാരണ ഒപ്പുവെച്ചു. പാക്കിംഗ് പിഴച്ചു, തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന്. ശിവഗിരി മഠത്തിലെ മഹാഗുരു പൂജയ്ക്ക് നിരവധി ഗുരുദേവ പ്രസ്ഥാനങ്ങൾ. വനിതാ T20 കേരളത്തിന് ജയം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മലയാള ഭാഷ ബിൽ പാസാക്കി. മലയാള ഭാഷയ്ക്കായി പ്രത്യേക വകുപ്പും മന്ത്രിയും ഡയറക്ടറേറ്റും ഉറപ്പാക്കുന്ന മലയാള ഭാഷാ ബിൽ നിയമസഭ പാസാക്കി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധിത ഒന്നാം ഭാഷയാകും. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ പഠിച്ച് 9-10 ക്ലാസുകളിൽ ചേരാൻ നാട്ടിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മലയാള പഠനം നിർബന്ധമാക്കില്ലെന്നും ഇവർക്ക് വേണമെങ്കിൽ മലയാളം തിരഞ്ഞെടുക്കാമെന്നും ബിൽ അവതരിപ്പിച്ച നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പ് യോഗത്തിൽ മന്ത്രിയുടെ നിർദ്ദേശം, എല്ലാ സ്കൂളുകളിലും ദിനപത്രം ഉറപ്പാക്കണം. എല്ലാ സ്കൂളുകളിലെയും ലൈബ്രറികളിൽ വിദ്യാർത്ഥികൾക്ക് വായിക്കാനായി ദിനപത്രം ഉറപ്പാക്കണമെന്ന് മന്ത്രി വി ശൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ AU മുതലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അവതരിപ്പിച്ചത്. മുകേഷ് അംബാനി രാജ്യത്ത് അതിസമ്പന്നരിൽ ഒന്നാമത്. അതിസമ്പന്നരായ 100 ഇന്ത്യക്കാരുടെ ഫോബ്സ് പട്ടികയിൽ മുകേഷ് അംബാനി ഒന്നാമത്. ഏറ്റവും സമ്പന്നനായ മലയാളി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയാണ്. മുത്തൂറ്റ് ഏറ്റവും സമ്പന്നനായ കുടുംബവും. വർക്കല ചെമ്മരുതി വില്ലേജുകൾ വിഭജിക്കണം. ചെമ്മരുതി വർക്കല വില്ലേജുകൾ വിഭജിച്ച് പുതിയ വില്ലേജ് രൂപവത്കരണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ വർക്കല താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം RS സജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് A സബീർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം G അനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് Y സുൽഫീഖർ, സെക്രട്ടറി S ജയരാജ്, വൈസ് പ്രസിഡന്റ് ഉഷാദേവി, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് മറനല്ലൂർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ K പ്രകാശ്, A സബീർ, RS രതീഷ്, J മനോജ്, അരുൺകുമാർ. ഗാസ സമാധാന പദ്ധതി ആദ്യഘട്ട ധാരണ ഒപ്പുവെച്ചു. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിനുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ പറഞ്ഞു. ഈജിപ്തിൽ നടന്ന ചർച്ചയിലാണ് ഇരുപക്ഷവും ധാരണയിലെത്തിയത്. 2 വർഷം പിന്നിട്ട യുദ്ധത്തിന് ഇതോടെ വിരാമമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ധാരണ പ്രഖ്യാപിച്ചത്. പാക്കിംഗ് പിഴച്ചു, തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന്. തലച്ചോറിനെ ബാധിച്ച ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് ശ്വാസകോശ ക്യാൻസർ ബാധിച്ചവർക്കുള്ള കീമോതെറാപ്പി ഗുളികകൾ മാറി നൽകി. റീജിയണൽ ക്യാൻസർ സെന്ററിലാണ് സംഭവം. മരുന്നിന്റെ പാക്കിങ്ങിൽ കമ്പനിക്ക് വന്ന പിഴവാണ് ഇതിനിടയാക്കിയത്. ശിവഗിരി മഠത്തിലെ മഹാഗുരു പൂജയ്ക്ക് നിരവധി ഗുരുദേവ പ്രസ്ഥാനങ്ങൾ. ശിവഗിരി മഠത്തിലെ പ്രധാന വഴിപാടായ മഹാഗുരു പൂജയിൽ ഭക്തകുടുംബങ്ങൾക്കൊപ്പം നിരവധി ഗുരുദേവ പ്രസ്ഥാനങ്ങളും സംഘടനകളും ക്ഷേത്രങ്ങളും പങ്കാളിയാകുന്നുണ്ട്. സമീപ ദിവസങ്ങളിലായി എറണാകുളം ചേന്നമംഗലം ഗുരുദേവ സംഘമിർത്ത, കോതമംഗലം ശ്രീനാരായണ ഗുരു കോളേജിൽ നിന്നുള്ള ഗുരുചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇടുക്കി ശാതൻപാറ ശ്രീനാരായണ വനിതാ സംഘം കമ്മിറ്റി, കോട്ടയം മീനച്ചൽ യൂണിയനിലെ 160 നമ്പർ SNDP ശാഖ, മോനിപ്പള്ളി ഗുരുനാരായണ പഠന ഗ്രൂപ്പും മഹാഗുരു പൂജ നടത്തുകയുണ്ടായി. 12-ന് SNDP യോഗം 27 നമ്പർ കോട്ടയം പാത്താമുട്ടം ശാഖയുടെ മഹാഗുരു പൂജയും ഉണ്ടാകും. നാഗമ്പടം മഹാദേവർ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുദേവൻ നേരിട്ട് 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതിൽ ഈ ശാഖയോഗവും ഉൾപ്പെടുന്നു. വനിതാ T20
കേരളത്തിന് ജയം. ദേശീയ സീനിയർ വനിതാ T20 ക്രിക്കറ്റിൽ കേരളത്തിന് ജയം. കരുത്തരായ വിദർഭയെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. പരിചയസമ്പന്നരായ ക്യാപ്റ്റൻ സജന സജീവിന്റെയും ആശാ ഷൊഫനയുടെയും അർദ്ധ സെഞ്ചുറികളാണ് ജയം ഒരുക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 1 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. 4-ാം വിക്കറ്റിൽ സജനയും ആശയും ചേർന്നുള്ള 100 റൺസിന്റെ കൂട്ടുകെട്ടാണ് കേരളത്തിന് വിജയമൊരുക്കിയത്. ആശ 52 പന്തിൽ നിന്നും 7 ഫോറും 1 സിക്സുമടക്കം 61 റൺസെടുത്തു. സജന 52 പന്തിൽ നിന്ന് 8 ഫോറും 1 സിക്സുമടക്കം 57 റൺസുമായി പുറത്താകാതെ നിന്നു. KSRTC ബസ്സിൽ ക്യാൻസർ രോഗികൾക്ക് ആശുപത്രി യാത്ര സൗജന്യം. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് ആശുപത്രിയിലേക്കും തിരിച്ചുമുള്ള യാത്ര സൗജന്യമായെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിലാണ് ഇളവെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചികിത്സിക്കുന്ന ഡോക്ടറുടെ സാക്ഷ്യപത്രം നൽകിയാൽ പാസ് നൽകും. 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സിറ്റി ബസ്, ഓർഡിനറി ബസ് എന്നിവയിൽ 50% ഇളവ് അനുവദിച്ചിരുന്ന ഉത്തരവിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഉത്തരവ്. ചൂരൽമല മുണ്ടക്കൈ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കേരള ഹൈക്കോടതി വിമർശിച്ചു. ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കക്ഷി രാഷ്ട്രീയ കാരണത്താൽ നിഷേധിക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞ് കോടതി. വനിതാ കൗൺസിലർക്ക് നേരെയും അതിക്രമം. ഇക്കഴിഞ്ഞ ജൂലൈയിൽ കുടുംബത്തോടൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച വർക്കല നഗരസഭയിലെ വനിതാ കൗൺസിലറോടും യുവാക്കൾ മോശമായി പെരുമാറിയതായി പരാതി ഉയർന്നിരുന്നു. രഘുനാഥപുരം ഡ്രൈവിംഗ് ട്രസ്റ്റ് ഗ്രൗണ്ടിലെത്തുന്ന യുവതികൾക്കും വിദ്യാർത്ഥികൾക്കും എതിരെയുള്ള അതിക്രമം സമീപ ദിവസങ്ങളിൽ സ്ഥിരമാണെന്നും ആരെങ്കിലും ചോദ്യം ചെയ്താൽ പിന്നെ സംഘം ചേർന്ന് അസഭ്യം വിളിയും പതിവാണെന്നും പരാതിയുണ്ട്. സ്വർണ്ണപ്പാളി സമഗ്ര അന്വേഷണം ഉറപ്പാക്കുമെന്ന് ഹൈക്കോടതി. ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ഇതിനകം നിലപാടറിയിക്കാൻ CBIയോട് നിർദ്ദേശിച്ചു. കൊല്ലം സ്വദേശിയായ R രാജേന്ദ്രനാണ് കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന പ്രകാരം സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് ജസ്റ്റിസ് V രാജവിജയ രാഘവൻ, ജസ്റ്റിസ് KV വിജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ട്രെയിൻ ടിക്കറ്റിലെ തീയതി മാറ്റാം. പരിഷ്കാരം ജാനുവരി മുതൽ. ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റിലെ യാത്രാ തീയതി ഓൺലൈനായി മാറ്റാനുള്ള സൗകര്യം ജാനുവരി മുതൽ ലഭ്യമാകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. യാത്ര മാറ്റേണ്ടി വന്നാൽ ടിക്കറ്റ് റദ്ദാക്കി പുതിയത് എടുക്കേണ്ട സ്ഥിതിയായിരുന്നു ഇതുവരെ. ഇത് യാത്രക്കാർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരുന്നു. കേരളത്തിന് 3-ാം വന്ദേ ഭാരത് എറണാകുളം ബംഗളൂരു റൂട്ടിലോടും. എറണാകുളം ബംഗളൂരു റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നവംബർ പകുതിയോടെ സർവീസ് ആരംഭിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായി അദ്ദേഹം FB പോസ്റ്റിൽ പറഞ്ഞു. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സർവീസ് ഏറെ പ്രയോജനം ചെയ്യും. നിലവിൽ ഉത്സവ സീസണിലും വിശേഷ ദിവസങ്ങളിലും ബംഗളൂരുവിലേക്കും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബസ്സുകൾ അമിത നിരക്ക് ഈടാക്കുന്ന സ്ഥിതിയുണ്ട്. പുതിയ വന്ദേ ഭാരത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മോഹൻലാലിന് ശിവഗിരി മഠത്തിന്റെ അനുമോദനം. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിനെ ശിവഗിരി മഠം അഭിനന്ദിച്ചു. മോഹൻലാലിന് ശ്രീനാരായണ ഗുരുദേവനോടുള്ള ആദരവും ഭക്തിയും പ്രസക്തമാണ്. പ്രൊഫസർ G ബാലകൃഷ്ണൻ നായർ എഴുതിയ ഗുരുദേവ കൃതികൾ അദ്ദേഹം പലർക്കും സംഭാവന ചെയ്തിട്ടുള്ളത് ശ്രദ്ധയിലുള്ള കാര്യമാണ്. അന്തർദേശീയ തലത്തിൽ ഇനിയും അവാർഡുകൾ നേടി ഭാരതത്തിന് അഭിമാനം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആശംസിച്ചു. ജലവിതരണം തടസ്സപ്പെടും. കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലത്തുള്ള ലോ ലെവൽ ശുദ്ധജല സംഭരണങ്ങളിൽ ഒക്ടോബർ 13, 14, 15 തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ കുര്യാത്തി സെഷൻ പരിധിയിൽ വരുന്ന തമ്പാനൂർ, ഫോർട്ട്, ശ്രീവരാഹം,
ചാല, വലിയശാല, കുര്യാത്തി, മണക്കാട്, ആറ്റുകാൽ, വള്ളക്കടവ്, മുട്ടത്തറ, കമലേശ്വരം, കളിപ്പാൻകുളം, പെരുന്താന്നി തുടങ്ങിയ വാർഡുകളിലും പാറ്റൂർ സെഷൻ പരിധിയിൽ വരുന്ന ശ്രീകണ്ഠേശ്വരം, പാൽക്കുളങ്ങര വാർഡുകളിലും 13-14 ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം ഭാഗികമായും 15-ന് പൂർണ്ണമായും തടസ്സപ്പെടും. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. അനാമിക. സംസ്കൃത ദിനാഘോഷം ശിവഗിരി HSSൽ. ശ്രാവണ പൗർണമി സംസ്കൃത ദിനാചരണം ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ശിവഗിരി HSSൽ നടത്തി. ഭാരതത്തിന്റെ തനതായ സംസ്കാരം പുതുതലമുറയിൽ എത്തിക്കാൻ സംസ്കൃത ഭാഷാ പഠനം സഹായിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വർക്കലയുടെ മുനിസിപ്പൽ ചെയർമാൻ KM ലാജി പറഞ്ഞു. വർക്കല AEO ശ്രീമതി സിനി BS അധ്യക്ഷത വഹിച്ചു. ശിവഗിരി മഠം ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും SLC പരീക്ഷയിൽ സംസ്കൃതത്തിന് A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വർക്കല BPC ദിനിൽ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ബിനി ദാസ്, സുനിൽ കുമാർ, രാകേഷ്, സംസ്കൃത അധ്യാപകൻ അഖിൽ എന്നിവർ പ്രസംഗങ്ങൾ നടത്തി. വർണ്ണശമ്പളമായ വിളംബര ഘോഷയാത്രയോടെ തുടങ്ങിയ പരിപാടികൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെ അവസാനിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മലയാള ഭാഷാ ബിൽ പാസാക്കി. വിദ്യാഭ്യാസ വകുപ്പ് യോഗത്തിൽ മന്ത്രിയുടെ നിർദ്ദേശം. എല്ലാ സ്കൂളുകളിലും ദിനപത്രം ഉറപ്പാക്കണം. മുകേഷ് അംബാനി രാജ്യത്ത് അതിസമ്പന്നരിൽ ഒന്നാമത്. വർക്കല ചെമ്മരുതി വില്ലേജുകൾ വിഭജിക്കണം. ഗാസ സമാധാന പദ്ധതി ആദ്യഘട്ട ധാരണ ഒപ്പുവെച്ചു. പാക്കിംഗ് പിഴച്ചു. തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന്. ശിവഗിരി മഠത്തിലെ മഹാഗുരു പൂജയ്ക്ക് നിരവധി ഗുരുദേവ പ്രസ്ഥാനങ്ങൾ. വനിതാ T20 കേരളത്തിന് ജയം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി എട്ടയിലെ അശ്വിൻ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആര്? അമിത് ഷാ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.